നമസ്കാരം. കേരള വാർത്ത ഓൺലൈനിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ രേവതി. ചാരുമൂട് ജംഗ്ഷനിൽ റോഡിന് കുറുകെ വന്ന ആംബുലൻസിൽ കാറിടിച്ച് 6 പേർക്ക് പരിക്ക്, 2 പേർക്ക് ഗുരുതരം. കൊല്ലം തേനി ദേശീയപാതയിൽ നിന്നും KP റോഡിലേക്ക് അമിത വേഗത്തിലെത്തിയ ആംബുലൻസാണ് കാറിൽ വന്നിടിച്ചതെന്ന് യാത്രക്കാർ പറയുന്നു. വെള്ളിയാഴ്ച രാത്രി 11:15 അപകടം. മാങ്കാക്കുഴി ഭാഗത്ത് നിന്ന് താമരക്കുളം ഭാഗത്ത് സ്വകാര്യ ആശുപത്രിയിലേക്ക് വന്ന ആംബുലൻസാണ് അടൂർ ഭാഗത്ത് നിന്ന് കായംകുളത്തേക്ക് വന്ന കാറിലിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാർ ജംഗ്ഷനിലുള്ള കുരിശുമൂടിന്റെ ഭാഗത്തേക്ക് നീങ്ങുകയും ആംബുലൻസ് തലകീഴായി മറിയുകയും ചെയ്തു. ജംഗ്ഷനിലെ സ്വകാര്യ ആശുപത്രിയുടെ ആംബുലൻസാണ് കാറിലുണ്ടായിരുന്ന. കാർത്തികപ്പള്ളി കുന്നേൽ വടക്കേതിൽ സഫീർ 42, ഭാര്യ മനീഷ 37, ബന്ധുക്കളായ സുരേഖ 56, കുഞ്ഞുമോൾ 52, ലൈല 49 എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ അടൂരിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. ഡോറുകൾ പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത്. ശക്തമായ മഴ കൂടിയായതിനാൽ രക്ഷപ്പെടുത്തൽ ദുഷ്കരമായിരുന്നു. നാട്ടുകാരും യാത്രക്കാരും എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ആംബുലൻസ് ഡ്രൈവർ ജോജി 27 പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് രാത്രിയിൽ സമീപ പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചതിൽ നിന്ന് ആംബുലൻസ് അലാം മുഴക്കി അമിത വേഗത്തിൽ എത്തുകയായിരുന്നെന്ന് കണ്ടെത്തി. ജംഗ്ഷനിലൂടെ കടന്നു പോകുന്ന പ്രധാന റോഡ് KP റോഡാണെന്ന്, ഇവിടുത്തെ സിഗ്നലിലെ മഞ്ഞ ലൈറ്റ് രാത്രി സമയങ്ങളിൽ മിന്നി നിൽക്കുകയാണെന്ന് പോലീസ് പറയുന്നു. കൊല്ലം തേനി ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് ജംഗ്ഷനിലെത്തി KP റോഡിലൂടെ വാഹനങ്ങൾ വരുന്നില്ലെന്ന് ബോധ്യപ്പെട്ട ശേഷമേ റോഡിന് കുറുകെ കടക്കാനാകൂ എന്ന് പോലീസ് പറയുന്നു. ഈ നിയമം പാലിക്കാതെയാണ് ആംബുലൻസ് കടക്കാൻ ശ്രമിച്ചതെന്നും പോലീസ് പറഞ്ഞു. പലപ്പോഴും രോഗികളില്ലാതെയും അത്യാവശ്യമില്ലാതെയും പല ആംബുലൻസുകളും ലൈറ്റും അലാം അടിച്ചും ചാരുമൂട് ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിനിടയിലൂടെ കടന്നു പോകാറുണ്ട്. മോട്ടോർ വാഹന വകുപ്പുമായി ആലോചിച്ച് ഇതിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നുവെന്നും നൂറനാട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ S. ശ്രീകുമാർ പറഞ്ഞു. കേരള വാർത്ത ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് എന്നിവ ഫോളോ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക.